നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടനയെ ഭീകരവാദികളാണ്, വർഗീയവാദികളാണ് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവരുടെ പ്രവർത്തനം നമ്മൾ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, അനുഭവസ്ഥരാണെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാളിലും ബീഹാറിലുമായിരുന്നു. ഇന്നലെയാണ് എത്തിയത്. ബംഗാളിൽ പുതിയ BJP മന്ത്രിസഭ അധികാരം ഏൽക്കുന്ന ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പോയത് ഒന്ന് UP-യിൽ, അവിടെ ബറേലിയിൽ വെച്ച് ഒരു ബീഹാറിലുള്ള ഒരു മൗലാനയെ, 30 വയസ്സായ മൗലയെ ട്രെയിനിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തി. എക്സ്ട്രാordinary കഥ. അദ്ദേഹത്തിന്റെ ബീഹാറിൽ മധുബനിയിൽ റോഷൻ ഖാത്തൂൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവിടുത്തെ സർപഞ്ചിന്റെ ഭർത്താവും ഗുണ്ടകളും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തി. അങ്ങനെ നിരന്തരമായി BJP-യും സഹയാത്രികരും ആളുകളെ കൊലപ്പെടുത്തുന്നു, ആളുകളെ മതത്തിന്റെ പേരിൽ ആക്രമിക്കുന്നു, ഇവിടെ എന്താ പറയുക, എല്ലാ അർത്ഥത്തിലും ഉപദ്രവിക്കുന്നു. ഒരു മതത്തിന്റെ പേരുള്ള ഒരു പ്രസ്ഥാനം ഏതാനും നുണക്കഥകൾ ഇവിടെ പ്രചരിപ്പിച്ച് പടച്ചു വിട്ടിട്ട് അതിനെ ഇവരുടെ മതത്തിന് മതാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനത്തിന് എത്ര വെള്ളപൂശിയാലും അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ലേ. നോക്കൂ, ബീഹാറിലും ബംഗാളിലെയും ഒക്കെ BJP ഒരു നുണ പറയുന്നതിന് ഒരു പരിധിയൊക്കെ വേണ്ട. ബംഗാളിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നോക്കൂ. CPM-ന്റെ കാലഘട്ടത്തിൽ മുതൽ, അത് CPM-ന്റെ ഒരു കൾച്ചറാണ്. ആ CPM-ന്റെ കാലഘട്ടത്തിൽ മുതൽ ബംഗാളിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പോലും മതത്തിന്റെ പിന്നണിയിൽ കെട്ടിയിട്ടിട്ട് എങ്ങനെയും ഒരു എന്താ പറയുക മതവാദം ഉന്നയിക്കൽ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അതിനപ്പുറത്തേക്ക് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു, ബംഗാളിലോ അല്ലെങ്കിൽ ബീഹാറിലോ ഒന്നും മതത്തിന്റെ അടിസ്ഥാനത്തിൽ BJP-യുടെ ആളുകൾ ഇടപെട്ടുകൊണ്ട് ഒരു കൊലപാതകം നടത്തില്ല. മറുവശത്ത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ മാറാട് കൊലപാതകം എങ്ങനെയായിരുന്നു? ലീഗിന്റെ നേതാക്കൾ PP മൊയ്തീൻ കോയെ, ലീഗിന്റെ ലോക്കൽ നേതാവായിട്ടുള്ള PP മൊയ്തീൻ കോയെ ഒന്നാം പ്രതിയല്ലേ? അടുത്തത് മായഹാജി എന്ന് പറയുന്ന ആൾ രണ്ടാം പ്രതിയല്ലേ? ഈ ലീഗിന്റെ നേതാക്കന്മാര് മാറാട് കൊലപാതകം നടത്തിയപ്പോ ആരാടാ വെള്ളാപ്പള്ളി, ഏതവനാണ് സുമാർ എന്ന് തൊടുപുഴയിൽ ലീഗിന്റെ നിങ്ങളുടെ നേതാക്കന്മാർ ഇന്ന് വിളിക്കുമ്പോൾ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കുമെന്ന് 2023 കാഞ്ഞങ്ങാട് വെച്ചിട്ട് നിങ്ങളുടെ നേതാക്കന്മാർ മുദ്രാക്കി വിളിച്ചപ്പോ നിങ്ങൾ എന്ത് മതത്തിനാ പറയുന്നത്? 100% ഞാൻ യോജിക്കുന്നു. ഇനി ഷാജി പറഞ്ഞെന്താ? ഷാജി പറഞ്ഞ മതമാണ് ആ മതത്തിന്റെ പേര് പ്രശ്നം നടത്തുന്നതല്ല പറഞ്ഞത്. ഷാജി പറഞ്ഞതിന്റെ ബാക്കിയുണ്ട്, നിങ്ങൾ കേൾക്കൂ. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിൽ ഇല്ല, ഞാൻ അയച്ചുതരാം. ഷാജി പറഞ്ഞിട്ടുള്ളത് മതമാണ് പ്രശ്നം മാത്രമേ. അതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞത് UDF ഭരണത്തിൽ വരുന്നത്, ഏത് ലീഗല്ല, UDF ഭരണത്തിൽ വരുന്നത് കഴിഞ്ഞ 9 വർഷമായിട്ട് മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ വ്യക്തമായിട്ട് KM ഷാജി പറഞ്ഞിട്ടുണ്ട്.